15 ലക്ഷം രൂപക്ക് 30 ലക്ഷം രൂപ ഇനി അടക്കണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 15 ലക്ഷം രൂപ എടുത്ത് 16 ലക്ഷം രൂപ തിരിച്ചടച്ചിട്ടുണ്ട്. 30 ലക്ഷം രൂപ അടത്തിൻ്റെ 50 സ്ഥലം എടുത്തിട്ട് പോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ബാങ്ക് വിട്ടുവീഴ്ച ചെയ്യുമോ എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കണം. തൃപ്പൂണിത്തുറയിലെ പീപ്പിൾസ് അർബൻ ബാങ്ക് കനിഞ്ഞാൽ ഇരുമ്പനം സ്വദേശി അശോകനും ലതികയ്ക്കും 2 മക്കൾക്കും അവരുടെ വീടിനുള്ളിൽ അന്തി ഉറങ്ങാം. 2019 എടുത്ത ബാങ്ക് ലോണാണ് ഇന്നിവരെ കുടിയിറക്കിയത്. എല്ലാവരും മാറുമാറെന്ന് പറയുന്നുണ്ട്. നമ്മൾ എങ്ങോട്ട് പോകാനായിട്ടാ? ഈ പെട്ടെന്നുള്ള ഇതിൽ എവിടെ പോയി പൈസ ഉണ്ടാക്കാനായിട്ടാ? ആകെ വിഷമമായി. എന്ന് വെച്ചാൽ അമ്മയും മരിച്ചിരിക്കണം, അച്ഛനും മരിച്ചിരിക്കണം. എനിക്ക് എൻ്റെ ഇടയ്ക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും പൈസ ഒന്നും ഇല്ലാതെ അങ്ങനെയാണ് ഇതിലാകെ ഈ ലോൺ മുടങ്ങാനുള്ള കാര്യം. ജപ്തി നടപടിക്ക് എത്തിയ ഉദ്യോഗസ്ഥർ വീടിനുള്ളിലെ എല്ലാ സാധനങ്ങളും വലിച്ച് പുറത്തിട്ടു. തെരുവിൽ കഴിയുന്നതിന് സമമാണ് ഇപ്പോഴത്തെ ഇവരുടെ ജീവിതം. ഈ അലമാരി 2 പുറത്ത് വലിച്ചിട്ട് പിന്നെ പിള്ളേരുടെ പുസ്തകമൊന്നും എടുത്തില്ല. പുസ്തകമൊക്കെ അവിടെയൊക്കെ അതുങ്ങൾക്കും വെപ്രാളം. എന്താ ഏതാണെന്ന് അറിയില്ല. അതുങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ കുറേ സാധനമൊക്കെ അവിടെ തുണിയുണ്ടോ, കുറേ പാത്രങ്ങളൊന്നുമില്ല, ഒരു സാധനവും ഇല്ല. എന്ത് ചെയ്യും? അന്തി ഉറങ്ങാനും വിശ്രമിക്കാനും ആകെയുള്ളത് ഈ ഇളം തിണ്ണ മാത്രം. രണ്ടാമതും കുടിയിറക്കാൻ വരുമ്പോഴാണ് നമ്മൾ പിന്നെ ഇത് തടുക്കുകയും ഇന്ന് ഈ കുടുംബം ഇവിടെ തന്നെ താമസിക്കാനായിട്ട് ഫുൾ സ്വാതന്ത്ര്യത്തോടുകൂടിയല്ല, പക്ഷേ ഇവിടെ തലചായ്ക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഇവിടെ നിലനിന്ന് പോകാനായിട്ട് കഴിയുന്നത് ഈ സർഫാസി വിരുദ്ധ ജനീയ പ്രസ്ഥാനം തന്നെയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി അശോകനും ലതികയും ഈ വീടിനുള്ളിൽ അന്തി ഉറങ്ങിയിട്ടില്ല. ജനവിരുദ്ധ സർഫാസി നിയമത്തിൻ്റെ ഇരകളാണവർ. എങ്ങനെ ജീവിക്കണമെന്ന് ഇനിയും അറിയില്ല. പക്ഷേ ജീവിതത്തോടവർ പോരാടുകയാണ്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.